തെരഞ്ഞെടുപ്പ് വിധി വന്നു. ആ വിധിക്ക് തൊട്ടു പിന്നാലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. പക്ഷേ ആ യോഗത്തിൽ EP ജയരാജൻ യോഗത്തിൽ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പങ്കെടുത്തിട്ടില്ല. എന്താണ് അങ്ങനെയുള്ളൊരു വിട്ടുനിൽക്കാനുള്ള കാരണം? ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്കുള്ള പ്രശ്നം, എനിക്ക് ചെറിയൊരു കാലിനൊരു വേദന വന്ന് ഞാനിവിടെ നമ്മളൊരു ഗുരുക്കളുണ്ട്, ഗുരുക്കളെ കൊണ്ട് ആയുർവേദ ചികിത്സ നടത്തുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അന്ന് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ രാത്രി യാത്ര ചെയ്യാറില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് മാത്രമേ കഴിയൂ. അത് വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുക. ഞാനതിപ്പോൾ നമ്മുടെ ഈ മാവേലി, അതുപോലെ തന്നെ എക്സ്പ്രസ്, നമ്മുടെ മലബാർ, ഈ ട്രെയിനുകളിലൊക്കെയുള്ളൊരു നിബന്ധന 11 മണിയാകുമ്പോൾ ഇവരുടെ സ്വിച്ച് ഓഫ് ചെയ്യും, ആ വൈദ്യുതി സർക്കുലേഷൻ ഓഫ് ചെയ്യും. അപ്പോൾ ഞാൻ ആ പ്ലഗിലിട്ടിട്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 11 മണിക്ക് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീവണ്ടി യാത്ര, രാത്രി യാത്ര ഉറക്കമില്ലാതെ വളരെ പ്രയാസകരമായി ആണ് തുടരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴധികവും ഈ രാത്രി യാത്ര, ഈ രാത്രി യാത്ര ഈ തീവണ്ടിയിൽ പരമാവധി ഒഴിവാക്കാറാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം എനിക്ക് തലേ ദിവസം വൈകുന്നേരം, 3-ാം തീയതി വൈകുന്നേരം ഒഴിവാക്കാൻ പറ്റാത്ത ചില പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാത്രിയത്തെ വണ്ടിക്കേ പോകാൻ പറ്റൂ. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന പലപ്പോഴും വന്ദേ ഭാരതിനാണ്. പിറ്റേ ദിവസം വന്ദേ ഭാരത് 8 മണിക്കാണ്. അവിടെ 10 മണിക്കുള്ള യോഗത്തിൽ ആ ട്രെയിനിന് പോയി എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം വേദന സഹിച്ചാൽ പോലും പോകാൻ കഴിയാതെ വന്നു. ഞാനതിൽ പങ്കെടുത്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ എനിക്കത് ചിലപ്പോൾ മറ്റു പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അങ്ങനെ സംഭവിച്ചേക്കാം. ഫലം വന്ന് ഇത്രയും ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇത്രയും 4 ദിവസം എന്താണ് ജയരാജനത്? ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളിൽ വേണ്ടത്. കൂട്ടായ ചർച്ചകളും കൂട്ടായ തീരുമാനങ്ങളുമാണ്. ഞാൻ വ്യക്തിപരമായൊരു അഭിപ്രായം പറയുന്നത് ഗുണത്തിനും ദോഷത്തിനുമാകാം. പക്ഷേ ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ കലക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടൊരു കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്താലേ അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയൂ. എനിക്കെൻ്റെ കൺമുമ്പിൽ കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാനൊരു നിഗമനത്തിലെത്തി അഭിപ്രായം പറയുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയാണ് ആദ്യം അഭിപ്രായങ്ങൾ പറയേണ്ടത്. പാർട്ടി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, LDF പറഞ്ഞു, പാർട്ടി നയങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു, മുന്നണി നയം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ. അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും വ്യക്തിപരമായിരിക്കും, വ്യക്തിയാധിഷ്ഠിതമാകും. അത് പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പയ്യന്നൂരും തളിപ്പറമ്പിലുമൊക്കെ ജനവികാരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയോ? അങ്ങനെ ഒരു പരാജയം നിങ്ങൾ കണ്ടിരുന്നു മുന്നിൽ? യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ്. പയ്യന്നൂരിലൊന്നും ഞങ്ങൾ ഒരു തോൽവി തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പയ്യന്നൂരിൽ പരാജയപ്പെട്ടു. ഇനി അത് ഗൗരവത്തിൽ തന്നെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. തളിപ്പറമ്പിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. അവിടെയും ഞങ്ങൾ പരാജയപ്പെട്ടു. ഇതവിടെ മാത്രമല്ല, ഇപ്പോൾ തൃക്കരിപ്പൂര് നമ്മൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്, ഉദുമ നമ്മൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ണൂരിൽ ഞങ്ങളുടെ ഒരു പ്രാഥമികമായൊരു നിരീക്ഷണത്തിൽ ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടുള്ളതാണ്. അഴീക്കോട് ഞങ്ങൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആ സ്ഥലങ്ങളിലെല്ലാം വോട്ട് കുറഞ്ഞു എന്നുള്ളതും തോറ്റു എന്നുള്ളതും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊതുവായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കാറ്റിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്.